പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളി അതിന്റെ ചെറിയൊരു അംശം മാത്രമായി 20% ബോണസ് തൊഴിലാളികൾക്ക് തന്നേ പറ്റൂ. പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ അതിലൊരു അംശം നിങ്ങൾക്കും കിട്ടണം. അതല്ലേ പ്രശ്നം? തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ട ബോണസാണ് ഇവിടെ പ്രശ്നം. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്ന് ഞങ്ങളെ ചതിക്കാനാണ് ഒരുക്കമെങ്കിൽ പണിമുടക്ക് തന്നെ ആയിരിക്കും എന്റെ ഫലം. നമ്മൾ രണ്ടുപേരും പറയുന്ന വിഷയം ഒന്ന് തന്നെ, അത് പറയുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ബോണസ് കിട്ടണം. അതെ, ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്തു വരും. ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോണസ് കിട്ടിയിരിക്കും. എന്താ പോരെ? എന്നാലും പണിമുടക്കിനെ പറ്റി മറക്കണ്ടെന്ന് മുതലാളിയോട് പറഞ്ഞേക്കണം. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നേതാവിന് പണിമുടക്കണം. ആ, ഈ നാടിന്റെ ഒരു ഗതികേട്. മിസ്റ്റർ വിനയൻ, ലാഭം ഉണ്ടാക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഈ അലവലാദികൾ കൊടുക്കാൻ വേണ്ടിയല്ല. സർക്കാരിന്റെ നിർബന്ധിത ബോണസ് അല്ലാതെ 10 പൈസ കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സാർ അങ്ങനെ വാശി പിടിക്കരുത്. എത്ര ചുരുക്കിയാലും 20% ബോണസ് കൊടുക്കാനുള്ള ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സമ്മതിച്ചു. ഈ കൊല്ലം കുറെ ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എതിരാളികൾ അവരുടെ എല്ലാ എക്യുപ്മെന്റ്സും മോഡർണൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ പഴയ എക്യുപ്മെന്റ്സ് വെച്ച് എത്ര കാലം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും? അത് മിസ്റ്റർ വിനയൻ ചിന്തിച്ചോ? സാർ ഇപ്പൊ പറഞ്ഞാൽ കാര്യമുണ്ട്. മോഡേണൈസ് ഓർ പെരിഷ് എന്ന നിലയാണെന്ന്. പക്ഷേ തൊഴിലാളികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? തരാൻ മനസ്സിൽ നിന്ന് പറയണം. എന്താ ഇവനെ കൂടി ചേർന്ന് എന്നെ ഞൊട്ടിക്കളയുമോ? അങ്ങനെ ധൈര്യമായിട്ടൊന്നുമില്ല. ഇവന്മാരെയൊക്കെ പേടിക്കാൻ തുടങ്ങിയ പിന്നെ ഒളിക്കാൻ സ്ഥലമില്ലാതാവും. ലാഭമുണ്ടെങ്കിലല്ലേ ബോണസ് കൂട്ടി കൊടുക്കേണ്ടി വരൂ. ലാഭമേ ഇല്ലാതാക്കിയാലോ? അതിപ്പോ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട കഥയാവും. ലാഭത്തിൽ വെക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാളെ മുതൽ വില കുറച്ച് നഷ്ടത്തിൽ വെക്കണം. നല്ല ബുദ്ധി തന്നെ. എല്ലാം കണക്കുകളിലും കടലാസിലും മാത്രം. നമ്മുടെ വിൽപ്പന മുഴുവനും നമ്മളൊരു ഏജൻസി മുഖാന്തരം നടത്തുന്നു. കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു ശതമാനം ഏജൻസിയുടെ കണക്കിൽ പോകും. അങ്ങനെ ഒരു ഏജൻസി നമുക്കില്ലല്ലോ. പിൽക്കാല പ്രാബല്യത്തോടെ ഒന്നുണ്ടാക്കണം. അതോടെ ബാലൻസ് ഷീറ്റിൽ ലാഭവിധം കുറയും. വണ്ടർഫുൾ ഐഡിയ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ വിനയൻ. ഈ നിസാര കാര്യത്തിന് ഇത്ര വളഞ്ഞ വഴി, വെട്ടെന്ന് തുണ്ടൻ രണ്ട്. അതാണ് എന്റെ പോളിസി. അങ്ങനെയല്ല സാർ, സമരത്തിന് കാരണം നോക്കി നടക്കാണ് ആ നേതാവ്. ഇപ്പോ അതിന് നമ്മൾ തന്നെ ഒരു വഴി വെച്ച് കൊടുക്കണോ? ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ. പേടിച്ചിട്ടൊന്നും അല്ല, മനസ്സിലായോ? അതെനിക്കറിയാം സാർ. പറ്റേ, അച്ഛന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഉണ്ണിത്താനെ ഇവനൊന്നും ശരിക്കറിഞ്ഞിട്ടില്ല മോളെ. CM മുതൽ PM വരെ എന്റെ കയ്യിലാണ്. CM ഉം PM ഉം ഒക്കെ കയ്യിലിരിക്കുള്ളൂ. അച്ഛന്റെ എടുത്തുചാട്ടത്തിൽ ഒരു പണിമുടക്കുണ്ടായെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞനെ. ഏതായാലും വിനയനെ പോലെ ഒരു മാനേജറെ കിട്ടിയത് ഭാഗ്യം. നീ എന്താ കാലുമാറി സംസാരിക്കുന്നത്? ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്? അത് വിനയന്റെ മുമ്പിൽ അച്ഛനെ കൊച്ചാക്കരെന്ന് വെച്ചിട്ടല്ലേ. അമ്പടി, അപ്പൊ നീ എന്റെ കാലുമാരി ആയിരുന്നല്ലേ? ഒരു എക്സിക്യൂട്ടീവിന് വേണ്ട എല്ലാ കഴിവുകളും വിനയനുണ്ട്, പ്രത്യേകിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ. അതെ അതെ, ഞാനും വിനയനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. സാറേ, എന്താ? ഫാക്ടറിക്കകത്ത് അക്രമം നടക്കുന്നു. ആ നേതാവും കൂട്ടരും അടുത്തിറക്കുമതി ചെയ്ത് ആ മോൾഡിംഗ് മെഷീൻ നശിപ്പിച്ചു. വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കൈകൊള്ളുമ്പോൾ മുതലാളി താനെ പഠിക്കും ഈ കളി തീക്കളിയെന്ന്. തൊഴിലാളി വർഗം തോറ്റ ചരിത്രമേയില്ല. ഉണ്ട്. നിന്നെ പോലത്തെ മനസാക്ഷിയില്ലാത്ത നേതാക്കന്മാരെ നയിക്കുന്ന തൊഴിലാളികൾ തോൽക്കും. അതിന് തെളിവാണിത്. തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം തെണ്ടികളെ. എന്താണോ പറഞ്ഞത്?
നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത്. എനിക്ക് ഗതി വന്നിട്ട് ഒരുത്തൻ അനങ്ങുന്നുണ്ടോ ഇവിടെ? എടാ, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി പണപ്പിരിവാടത്ത് നിന്നെപ്പോലുള്ളവർക്ക് ഇതായിരിക്കും ഗതി എന്നോർത്തോ. ആ, നിന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സഹിക്കുന്നില്ല. നീയല്ലേ ഇന്നലെ ഓഫീസിൽ വെച്ച് വിനയനെ വാനോളം പുകഴ്ത്തി പറഞ്ഞത്? എന്നിട്ടിപ്പോ? ഞാൻ വിനയനെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ ഇതിന്റെ നാറ്റത്തെ കുറിച്ചാ. നിന്റെ അമ്മയ്ക്കും ഇത് വെറുപ്പായിരുന്നു. അവൾ ഉള്ളപ്പോൾ ഞാനിത് കൈകൊണ്ട് തൊടുമായിരുന്നില്ല. നിന്നെ തന്നിട്ട് അവൾ പോയി. അവൾ പോയ ദുഃഖം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി മറ്റൊരു വിവാഹത്തിന് എന്റെ അച്ഛനും അമ്മയും വളരെയധികം നിർബന്ധിച്ചു. എന്നെങ്കിലും നിനക്കതൊരു ദുഃഖത്തിന് വഴിയളിക്കുമെന്ന് കരുതി ഞാൻ സമ്മതിച്ചില്ല. ഒരമ്മയുടെ കുറവെന്തെന്ന് അറിയിക്കാതെ എന്നെ വളർത്തിയ അച്ഛനെ തനിയെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ കല്യാണമേ വേണ്ടെന്ന് തോന്നുന്നു. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അധികകാലം ഈ അച്ഛനൊപ്പം. വിനയനാവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. നീ എന്തു പറയുന്നു? വിനയനെ എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ചും ഇന്നലെ അവൻ കാണിച്ച ആത്മാർത്ഥത കണ്ടതിന് ശേഷം. എനിക്കും വിനയനോട് വെറുപ്പൊന്നുമില്ല. ഇത്തരം ഒഴുക്കം മറുപടി കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്. ഈ വക കാര്യങ്ങളിൽ ഞാൻ തീരെ അൺറൊമാൻറ്റിക് ആണെന്ന് അച്ഛൻ അറിയാം. എല്ലാ വശങ്ങളും ആലോചിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനത്തെ ഞാൻ ഇന്നുവരെ എതിർത്തിട്ടുണ്ടോ? എങ്കിൽ നാളെ തന്നെ വിനയനോട് ഞാൻ സംസാരിക്കാം. മാനേജർ പോസ്റ്റിന് വിനയനെ ഇന്റർവ്യൂ ചെയ്ത അച്ഛനല്ലേ? ആ. ഇത്തവണ ചാൻസ് എനിക്ക് വിട്ടുതരണം. ഭർത്താവ് ഉദ്യോഗത്തിന് ഇന്റർവ്യൂ ചെയ്യുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് അല്ലേ?